تنحى يا حزن واهجر فؤادا توكل بجد بعزم فصيح فإني علمت بأنك نجوى. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. പ്രിയപ്പെട്ട പാരൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇസ്ലാമിക് പാരൻറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കി അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏൽപ്പിച്ചാണ് നമ്മുടെ മക്കൾ. ആ മക്കളെ നല്ല രീതിയിൽ നർച്ചർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പുണ്യം നമുക്ക് കിട്ടും. നേരെ മറിച്ച് മക്കളെ നമ്മൾ നല്ല രീതിയിൽ നർച്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കുറ്റം കിട്ടുമെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇസ്ലാമിക് പാരൻറ്റിങ്ങിൻ്റെ പ്രധാനപ്പെട്ട 3 സ്റ്റെപ്പാണ്. ഈ 3 സ്റ്റെപ്പ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ 3 സ്റ്റെപ്പിൽ നമുക്ക് മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മക്കളെ നർച്ചർ ചെയ്യാൻ നമുക്ക് ചെയ്യുന്നിടത്ത് മിസ്റ്റേക്ക് വരും. ഓക്കെ, ഞാനീ വിഷയത്തിൽ പെർഫെക്റ്റ് ഒന്നല്ല, ഞാൻ പരമാവധി പെർഫെക്റ്റ് ആകാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരാളാണ്. സോ നമുക്ക് 3 സ്റ്റെപ്പും ഒന്ന് പരിശോധിക്കാം. ഓക്കെ, ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ബി എ പ്രാക്ടീസിങ് മുസ്ലിം. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്നറിയോ? ബി എ പ്രാക്ടീസിങ് മുസ്ലിം. അതായത് ഉപ്പ ഉമ്മ എന്ന നിലക്ക് നമ്മളൊരു പ്രാക്ടീസിങ് മുസ്ലിം, പേരുള്ള മുസ്ലിം അല്ല, പ്രാക്ടീസിങ് മുസ്ലിമായിട്ട് മാറുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ സ്റ്റെപ്പ്. എന്താണ് പ്രാക്ടീസിങ് മുസ്ലിം? എന്താണോ അള്ളാഹു റസൂലും പറഞ്ഞത് അത് പരമാവധി നമ്മുടെ ലൈഫിൽ ഫോളോ ചെയ്യുന്ന ആളുകളായിട്ട് നമ്മൾ മാറുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഇസ്ലാമിക് പാരൻറ്റിങ്ങിലെ ഒന്നാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോയാലോ? രണ്ടാമത്തെ സ്റ്റെപ്പാണ് ടീച്ച് ഇസ്ലാം ടു ചിൽഡ്രൻ. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ടീച്ച് ഇസ്ലാം ടു ചിൽഡ്രൻ. ഓക്കെ, മൂന്നാമത്തെ സ്റ്റെപ്പാണ്, ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കിടക്കാം. മൂന്നാമത്തെ സ്റ്റെപ്പാണ് encourage children to follow Islam continuously. Okay, continuously എന്താണ്? എൻകറേജ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? എൻകറേജ് ചിൽഡ്രൻ ടു ഫോളോ ഇസ്ലാം കണ്ടിന്യൂസ്ലി. ഓക്കെ, സോ ദീസ് ആർ ദ 3 steps in Islamic parenting. നമുക്ക് ഈ 3 സ്റ്റെപ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഒന്നാമത്തത് ബി എ പ്രാക്ടീസിങ് മുസ്ലിം. നമ്മുടെ ലൈഫിൻ്റെ എല്ലാ ഏരിയയിലും ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ കൃത്യമായിട്ട് നിസ്കരിക്കുക. കൃത്യമായ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആണുങ്ങളാണെങ്കിൽ പള്ളിയിൽ പോവുക. കാരണം ഉപ്പയും ഉമ്മയും പള്ളിയിൽ പോകാത്തൊരു കുട്ടി, ഉപ്പ പള്ളിയിൽ പോകാത്തൊരു കുട്ടി പള്ളിയിൽ ജമാഅത്തായി പോകുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? ആ കേട്ടോ, എപ്പം എന്ന് പറയും 15, 16, 17 വയസ്സൊക്കെ ആയി അവന് സ്വന്തമായിട്ട് വേറെ എവിടെയെങ്കിലും ക്ലാസ്സൊക്കെ കേട്ട് അവൻ നന്നായാലും അവൻ പള്ളിയിൽ പോകും. അല്ലാണ്ട് ഉപ്പ ഉമ്മ അവർ കൃത്യമായിട്ട് ഇസ്ലാമിക് വാല്യൂസ് ഫോളോ ചെയ്യാണ്ട് മക്കൾ നന്നാവും. അവർ പുറത്തുനിന്ന് അത്രയും നല്ല മദ്രസയെ പഠിച്ചു കഴിഞ്ഞാൽ മദ്രസ എത്ര നല്ല മദ്രസ ആയിട്ടും കാര്യമില്ല. ഡോണ്ട് എക്സ്പെക്ട് എനി മിറക്കിൾസ് ഫ്രം എനി മദ്രസ ഓർ എനി ഇസ്ലാമിക് സ്കൂൾ ഇഫ് യു ഡോണ്ട് പുട്ട് യുവർ ചൈൽഡ് ഇൻ എൻ ഇസ്ലാമിക് ഹോം എന്നാണ്. നിങ്ങൾ ഒരു മദ്രസയെന്നോ ഒരു സ്കൂളിൽ നിന്നോ ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. നമ്മുടെ മക്കളെ നമ്മുടെ വീട്ടിൽ ഇസ്ലാമിക് വാല്യൂസ് നമ്മൾ പഠിപ്പിച്ചിട്ടില്ല എന്നെങ്കിൽ, അപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ ഇസ്ലാമിക് വാല്യൂസ് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ഡ്രസ് കോഡ് ആയിക്കോട്ടെ, നമ്മുടെ സ്വതക്ക ആയിക്കോട്ടെ, സക്കാത്ത് ആയിക്കോട്ടെ, എല്ലാം അതിന് നമ്മളെന്താ ചെയ്യേണ്ടത്? നമുക്ക് വലിയ നോളജ് ഇല്ലയെന്ന് വിചാരിക്കുക. നമ്മളെന്ത് ചെയ്യണം? നമ്മളെന്ത് ചെയ്യണം? യു ഹാവ് ടു ലേൺ. ബിക്കോസ് നമുക്ക് അറിയുന്നതാകെ ഇത്രയും ആണെങ്കിൽ നമുക്ക് അറിയുന്നതാകെ എത്ര ഉള്ളൂ. നമുക്ക് അറിയാത്ത ഇത്രയും ഭാഗം നമുക്ക് അറിയാത്ത ഭാഗങ്ങളാണ് അല്ലേ?
അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ലേൺ ചെയ്തുകൊണ്ടിരിക്കുക. ഹദീസ് പഠിക്കുക, ഖുർആൻ പഠിക്കുക, ദിക്റുകൾ പഠിക്കുക, ഇസ്ലാമിക് ക്ലാസ്സുകൾ കേൾക്കുക, ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും നമ്മുടെ നോളജ് എന്ത് ചെയ്യണം, കൺസിസ്റ്റൻ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇസ്ലാമിക് നോളജ് നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു പ്രാക്ടീസിങ് മുസ്ലിം ആവാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് എല്ലാവർക്കും ഈമാനും കൂടിയും കുറഞ്ഞും കളിക്കും അല്ലേ. അതിനെന്താ ചെയ്യേണ്ടത്? കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ലേണിംഗ് കൂട്ടുക, ഖുർആൻ പഠനം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു പ്രാക്ടീസിങ് മുസ്ലിം ആവാൻ നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രാക്ടീസിങ് മുസ്ലിം അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? കുട്ടികൾ എന്തെയില്ല, തട്ടടില്ല, കുട്ടികൾ നിസ്കരിക്കില്ല, കുട്ടികൾ ഗുഡ് ഹാബിറ്റ്സ് ഒന്നും ഉണ്ടാവില്ല നമ്മൾ പ്രാക്ടീസിങ് മുസ്ലിം അല്ലെങ്കിൽ. ഓക്കെ, സോ ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ്, ടീച്ച് ഇസ്ലാം ടു അവർ ചിൽഡ്രൻ. നമ്മൾ കുട്ടികൾക്ക് എന്ത് ചെയ്യണം? ദീന് പഠിപ്പിച്ചു കൊടുക്കണം. നമ്മളല്ല പ്രാക്ടീസിങ് മുസ്ലിമാണ്, പക്ഷെ നമുക്ക് സ്കൂൾ പഠനം അത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കുട്ടികൾക്ക് ദീനി വിദ്യാഭ്യാസം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? മക്കൾക്ക് ഇസ്ലാമിക് നോളജ് കിട്ടൂല അല്ലേ. അപ്പം എവിടെ നിന്നൊക്കെ പഠിപ്പിക്കണം എന്നറിയാം? ഒന്ന്, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എവിടെ നിന്ന് പഠിപ്പിക്കണം? നമ്മുടെ മദ്രസ അല്ല, നമ്മൾ ഹോമിൽ നിന്ന് പഠിപ്പിക്കണം, നമ്മുടെ വീട്ടിൽ നിന്ന് പഠിപ്പിക്കണം. പിന്നെയോ നമ്മളുടെ കുട്ടികൾക്ക് മദ്രസ കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ മക്കൾക്ക് കുട്ടികൾക്ക് നമ്മൾ ഇസ്ലാമിക് വാല്യൂസ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഇസ്ലാമിക് വാല്യൂസ് എവിടെ നിന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം? ഒന്ന്, വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കണം. രണ്ട്, മദ്രസയെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടിക്ക് നിസ്കരിക്കാൻ അറിയില്ല, ഒരു കുട്ടിക്ക് മയ്യത്ത് നിസ്കാരം എങ്ങനെയാണെന്ന് അറിയില്ല അല്ലേ. നമ്മളല്ല പ്രാക്ടീസിങ് മുസ്ലിമാണ്, പക്ഷേ കുട്ടിക്ക് നിസ്കരിക്കാൻ അറിയില്ല, മയ്യത്ത് നിസ്കാരം അറിയില്ല, ഖുർആൻ ഓതാൻ അറിയില്ല. അപ്പോൾ എവിടെ പ്രശ്നം? കുട്ടിക്ക് എന്ത് കൊടുത്തില്ല? കൃത്യമായ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവർക്ക് ഈ നോളജൊന്നും അവർക്ക് ഉണ്ടാവില്ല. ഓക്കെ, സോ ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? ബി എ പ്രാക്ടീസിങ് മുസ്ലിം. രണ്ടാമത്തെ സ്റ്റെപ്പ്, ടീച്ച് ഇസ്ലാം ടു ചിൽഡ്രൻ ഫ്രം ഹോം ആൻഡ് മദ്രസ. ഓക്കെ, നൗ ലെറ്റ്സ് ഗോ ടു ദ തേർഡ് സ്റ്റെപ്പ്. എൻകറേജ് ചിൽഡ്രൻ ടു ഫോളോ ഇസ്ലാം കണ്ടിന്യൂസ്ലി. നമ്മൾ പ്രാക്ടീസിങ് മുസ്ലിമായി കുട്ടികൾക്ക് ദീന് വീട്ടിൽ നിന്നും മദ്രസയിൽ നിന്നും പഠിപ്പിച്ചിട്ട് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവരെ എൻകറേജ് ചെയ്യണം, നിർബന്ധിക്കണം എന്നല്ല പറഞ്ഞാൽ എൻകറേജ് ചെയ്യണം. നന്നായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് നമ്മൾ കുട്ടികളോട് ദീൻ അനുസരിച്ച് ജീവിക്കാൻ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പറയണം. മിക്ക ആളുകൾക്കും പറ്റുന്നൊരു മിസ്റ്റേക്ക് ഇവിടെയാണ്. അവർ പള്ളി കമ്മിറ്റി വലിയ നേതാക്കന്മാരൊക്കെ ആയിരിക്കും, പക്ഷേ അവരുടെ മക്കൾ ദീനനുസരിച്ച് ജീവിക്കുന്നില്ല. അവർക്ക് പറ്റുന്ന മിസ്റ്റേക്ക് ഇതാണ്. അവർ നല്ല പ്രാക്ടീസിങ് മുസ്ലിം ആയിരിക്കും, അവർ പള്ളിയിൽ നേതാക്കന്മാരായിരിക്കും, അവർ പ്രാസംഗന്മാരായിരിക്കും, പക്ഷേ മക്കളെ കാര്യത്തിൽ എന്ത് ചെയ്യില്ല, ശ്രദ്ധിക്കില്ല. അവർ പള്ളിയിലേക്ക് പോകും, പക്ഷേ മക്കൾ എന്ത് ചെയ്യില്ല, പള്ളിയിലേക്ക് ഉണ്ടാവില്ല. അവർ ചിലപ്പോൾ ഒരട്ടം പറയും, പക്ഷേ ഇത് ഒരട്ടം പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കൺസിസ്റ്റൻ്റ് ബോറടിക്കാത്ത രീതിയിൽ നമ്മൾ കുട്ടികൾ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ കുട്ടികളോട് നിസ്കരിച്ചോ എന്നല്ല ചോദിക്കട്ടെ, നമ്മൾ മോനെ നിസ്കരിക്കുക എന്ന് പറയും. അങ്ങനെ നിസ്കരിച്ചോ എന്ന് വെച്ചാൽ ചിലപ്പോൾ ചെറിയ മക്കളല്ലേ, ചിലപ്പോൾ നിസ്കരിച്ചു എന്ന് കള്ളത്തിനും പറയാൻ സാധ്യത. നേരെ മറിച്ച് വാ മോനെ നമുക്ക് നിസ്കരിക്കുക എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യണം? നമ്മുടെ കൂടെ കൂട്ടി കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളവരെ എന്ത് ചെയ്യണം? ദീനനുസരിച്ച് ഫോളോ ചെയ്യാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെടണം. ഇപ്പം നന്നായിട്ട് ദീനനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും, പക്ഷേ അവരുടെ മക്കൾ പല മിസ്റ്റേക്കും ചെയ്യുന്നുണ്ടാവും. മക്കൾ വീട്ടിലെ കല്യാണമായി കഴിഞ്ഞാലും അല്ലെങ്കിൽ വീട്ടിലെ മറ്റ് ഫംഗ്ഷനായാലും അവർ പല ഇസ്ലാമികമല്ലാത്ത പല കാര്യങ്ങളും ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ വാപ്പാരെന്ത് ചെയ്യുന്നറിയോ? ഇവർ മിണ്ടാണ്ടിരിക്കും. അത് കുട്ടികളല്ലേ, മൂപ്പര് സുബീക്ക് പള്ളിയിൽ പോകുന്ന ആളാവും, തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളാവും, പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യും? അത് കുട്ടികളല്ലേ, ഇപ്പോഴത്തെ കുട്ടികളല്ലേ, അവർ മിണ്ടാണ്ടിരിക്കും. അങ്ങനെ മിണ്ടാണ്ടിരിക്കാൻ നമ്മൾ പാടില്ല. നമ്മളെന്ത് ചെയ്യണം? കണ്ടിന്യൂസ് ആയിട്ട് കുട്ടികളെ എൻകറേജ് ചെയ്തുകൊണ്ടേയിരിക്കണം. സോ 3 സ്റ്റെപ്പ് പഠിച്ചില്ലേ? ഇസ്ലാമിക് പാരൻറ്റിങ്ങിൻ്റെ 3 സ്റ്റെപ്പ് ഏതൊക്കെയായിരുന്നു? ഒന്ന് ഏതായിരുന്നു? ബി എ പ്രാക്ടീസിങ് മുസ്ലിം. രണ്ടെന്തായിരുന്നു? രണ്ടാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? ടീച്ച് ഇസ്ലാം ടു ചിൽഡ്രൻ. 3 എന്താണ്? 3 എൻകറേജ് ചിൽഡ്രൻ. നമ്മളെ കുട്ടികൾ എന്ത് ചെയ്യണം? കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അവരെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഇനി നമുക്ക് പരിശോധിക്കാം. ഒരു കുട്ടി നിസ്കരിക്കുന്നില്ല എന്ന് വിചാരിക്കുക. ഓക്കെ, പരിശോധിക്കുകയാണ്. 3 സ്റ്റെപ്പ് വെച്ച് പരിശോധിക്കുക. ഒരു കുട്ടി നിസ്കരിക്കുന്നില്ല, അതിന് കാരണം ഒന്നെങ്കിൽ ഉപ്പയും പ്രാക്ടീസിങ് മുസ്ലിം അല്ലെങ്കിൽ മക്കൾ നിസ്കരിക്കുമോ? ഇല്ല, അതാണ് ഒരു കാരണം. ഒരു പക്ഷേ അതായേക്കാം. ഒരു കുട്ടി നിസ്കരിക്കുന്ന കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വാപ്പയമ്മയൊക്കെ പ്രാക്ടീസ് മുസ്ലിമാണ്, പക്ഷേ മോനതൊന്നും പഠിപ്പിച്ചില്ല. മോനക്ക് മദ്രസയിൽ പോയില്ല, സ്കൂളിൻ്റെ തിരക്കിൽ മദ്രസയിൽ പോയില്ല. മൂന്നാമത്തെ കാരണം വാപ്പ നിസ്കരിക്കുന്നുണ്ട്, ഉമ്മ നിസ്കരിക്കുന്നുണ്ട്, മക്കളെ പഠിപ്പിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യില്ല, മക്കളെ കാര്യത്തിൽ ഫോളോ അപ്പ് ചെയ്യില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യില്ല. അത് സമയമാകുമ്പോൾ നിസ്കരിച്ചോളൂ, അതെപ്പോഴും നോ. അത് പള്ളിയിൽ പോകും, അതൊക്കെ വലുതായ പള്ളിയിൽ പോകും.
അല്ലേ? വാപ്പ പള്ളിയിൽ പോകുമ്പോൾ മക്കളെ കൊണ്ടുപോകില്ല. അപ്പോൾ ഇങ്ങനെ ഈ ഏതൊരു പ്രശ്നം ഉണ്ടെങ്കിലും ഈ 3 സ്റ്റെപ്പിൽ ഏതോ ഒന്നിലാണ് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടാവും നമുക്ക്. അപ്പോൾ നമ്മൾ ഈ 3 സ്റ്റെപ്പ് നമ്മൾ കറക്റ്റ് മനസ്സിലാക്കി നമ്മുടെ മക്കളെ നല്ല രീതിയിൽ നർച്ചർ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സുകൾ നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നതെന്നറിയോ? നമ്മുടെ മക്കളിൽ ഇസ്ലാമിക് വാല്യൂസ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഇപ്പോൾ നമ്മൾ ഫൗണ്ടേഷനാണ് പഠിച്ച് എന്തിനാണ് ഇസ്ലാമിക് പാരൻറ്റിങ് പഠിക്കണമെന്ന് മനസ്സിലാക്കി, ഇസ്ലാമിക് പാരൻറ്റിങ്ങിൻ്റെ സ്റ്റെപ്സ് മനസ്സിലാക്കി. അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇസ്ലാമിക് പാരൻറ്റിങ്ങിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്ന ഗുഡ് ഹാബിറ്റ്സും നമ്മളൊരു നല്ല പാരൻ്റ് ആവാൻ വേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ വെറുതെ കേട്ട് പോയാൽ പോരാ, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുക. മാത്രമല്ല ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് വീട്ടിൽ ഫ്രെയിം വെക്കാനോ ഏതെങ്കിലും ജോലിക്ക് പോകുമ്പോൾ കൊടുക്കാനുള്ളതല്ല. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നൽകും. ആ സർട്ടിഫിക്കറ്റ് നൽകുന്നത് എന്താണെന്ന് വെച്ചാൽ, കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ആർക്കാണ് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നിങ്ങൾക്ക് തരാൻ പോകുന്ന ആക്ടിവിറ്റീസ് കൃത്യമായിട്ട് ചെയ്ത് ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത ആൾക്കാർക്കാണ് ഇൻഷാ അല്ലാഹ് സർട്ടിഫിക്കറ്റ് നൽകുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നമ്മുടെ മക്കളുടെ ലൈഫിൽ ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരുപാട് ഗുഡ് ഹാബിറ്റ്സ് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരേണ്ട കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.